ഇന്ന് രാവിലെ നേരം വെളുത്ത് എഴുന്നേറ്റപ്പോഴും നല്ല സൂപ്പർ മഴയും ഇടിയും അടിപൊളി നല്ല മഴയായിരുന്നു രാത്രി അല്ലേ? അന്തരീക്ഷമായിരുന്നു കേട്ടോ. ആ മഴ കണ്ടുകൊണ്ടാണ് എഴുന്നേറ്റ് രാവിലെ റെഡിയായി ഷോപ്പിൽ പോകാൻ വേണ്ടി റെഡിയായപ്പം ആങ്ങളുടെ 2 കുട്ടികളുണ്ട്. അവർക്കും എൻ്റെ കൂടെ ഷോപ്പിൽ വരണം വലിയൊരു ആഗ്രഹം. അപ്പം ഞാൻ അവരോട് വേഗം വരാൻ പറഞ്ഞപ്പം അവരും പെട്ടെന്ന് റെഡിയാവാനുള്ള വലിയ തിരക്കിലാണ്. നല്ല ഒരു എന്താ പറഞ്ഞ ഒരു നല്ലൊരു കുളിർമയുള്ളൊരു ദിവസമായിരുന്നു. ചൂടിനൊക്കെ ഒരു ആശ്വാസവും എന്തോ ഒരു ഇതുപോലെ. അപ്പം അമ്മ ആങ്ങളുടെ മോളെ കുളിപ്പിക്കാനുള്ള പരിപാടിയിലാണ്. ഞങ്ങളുടെ ജൂലിയാണത്, ഫ്രണ്ടിൽ കണ്ടിരുന്നില്ലേ, അത് ഞങ്ങളുടെ ജൂലിയാണ്. മോനുണ്ടത് അവൻ കുളിച്ച് സുന്ദരനായി അകത്തേക്ക് കയറിപ്പോയി. അപ്പോൾ അവളെയും കുളിപ്പിച്ചിട്ട് വരാം. ജൂലിനെ വിളിക്കുകയായിരുന്നു. വിളിച്ചു കഴിഞ്ഞപ്പം അവളുള്ളതുകൊണ്ട് ആകപ്പാടെ എന്തോ വല്ലാത്തൊരു സന്തോഷത്തിലവനും. മഴയും ഇടി പേടിയാണ് കേട്ടോ ഇവർക്ക്. കാര്യം എന്നാന്ന് പറഞ്ഞാലും ഭയങ്കര ഇടി പേടിയാണ്. അപ്പം പെണ്ണ് കുളിച്ചു, ഓട്ടോയിൽ കയറി എൻ്റെ ഷോപ്പിലേക്ക് പോകാനുള്ള പരിപാടിയിലാണ്. എൻ്റെ ഷോപ്പ് ഇവിടുന്ന് 5 കിലോമീറ്ററോളം പോകണം. എന്നാൽ ഓട്ടോയ്ക്ക് പോകാൻ മഴയായതുകൊണ്ട് എല്ലാവരും കൂടെ നടന്നു പോക്ക് പാടാണല്ലോ. ബസ് സ്റ്റോപ്പിലേക്ക് നടന്നു പോകണം, ബസ്സിനാണ് ഞാൻ പോകുന്നത്. എന്നാൽ ഓട്ടോയ്ക്ക് പോകാം എന്നോർത്തുകൊണ്ട് അമ്മ ഓട്ടോ ഒക്കെ വിളിച്ച് തന്ന് അങ്ങനെ ഞങ്ങൾ ഓട്ടോയിൽ കയറും. വീടിൻ്റെ അടുത്തുള്ളൊരു ഓട്ടോ തന്നെയാണ്. അമ്മ പൈസയൊക്കെ കൊടുത്തു. ഞാൻ പൈസ കൊടുത്തോളാം, നീ പിള്ളേരെ കൊണ്ട് പൊക്കോളാൻ പറഞ്ഞു. അങ്ങനെ നേരെ ഷോപ്പിലേക്ക് പോകുന്ന വഴിയാണ്. ചാണ്ടിച്ചക്കൻ എന്നാണ് ഞങ്ങളുടെ ഓട്ടക്കാരൻ ചേട്ടൻ. അപ്പോൾ ഞങ്ങളുടെ മാമേട്ടൻ പള്ളിയുടെ സൈഡ് വഴിയുള്ള വഴിയിൽ ഞങ്ങൾ നേരെ കുറുപ്പന്തറയിലുള്ള എൻ്റെ ഷോപ്പിലേക്ക് പോവുകയാണ്. അന്നേരവും ചെറിയ ചെറിയ രീതിയിൽ മഴയുണ്ട്, ഒത്തിരി വലിയ മഴയില്ലെങ്കിലും. ഞാൻ എൻ്റെ ഷോപ്പിൽ വന്ന് പിള്ളേരൊക്കെ ആയിട്ടാണ് വന്നേ. വന്നോടനെ അവർക്ക് വിളക്കൊക്കെ വെച്ചു, പിള്ളേർക്ക് ഉപ്പുമാവൊക്കെ ഞാൻ കൊടുത്തായിരുന്നു, വാരി കൊടുത്തു. അത് കഴിഞ്ഞിട്ട് ചായ കൊടുത്തു. എല്ലാവരും കൂടെ പെരുമ്പാവൂർക്കൊരു യാത്ര പോകും. ശേഷമാണ് ഞാൻ ചായ കൊടുത്തത്. അതാണ് ഞാൻ പിള്ളേരെ നാരങ്ങ വെള്ളവും ഫ്രഷ് ചായ ഞാൻ കൊടുക്കാറുണ്ട്. അപ്പം അവർക്ക് രണ്ടുപേർക്ക് നല്ല ചൂട് ചായയൊക്കെ വെച്ച് കൊടുത്ത്, മഴയല്ലേ പിള്ളേർ കുടിക്കട്ടെ എന്ന് ഓർത്ത്. കാരണം ഉച്ച കഴിയുമ്പോൾ ഞങ്ങൾ എൻ്റെ അമ്മയുടെ ആങ്ങളയുടെ മോളെ കെട്ടിച്ച് വീട്ടിലേക്ക് പോയി. പെരുമ്പാവൂരാണ് ആ വീട്. അപ്പം അതിൻ്റെ ഇടയ്ക്ക് ഞാൻ ചായ കൊടുത്തുകൊണ്ടിരിക്കുകയാണെങ്കിൽ എൻ്റെ സ്ഥിരം കസ്റ്റമറുടെ വന്ന് നിന്ന് ചോദിക്കുമായിരുന്നു പിള്ളേരെ ഏതാണെന്നും സുഖമാണോ എന്നൊക്കെ ചോദിക്കുമായിരുന്നു. വിശേഷമൊക്കെ പറഞ്ഞ് പിള്ളേരോട് വർത്താനമൊക്കെ പറഞ്ഞ് നിന്ന് ഞാൻ അവരോട് ചായ കുടിക്കുക എന്നും പറഞ്ഞ് പുറത്തേക്ക് വന്നപ്പോൾ മഴയൊക്കെ മാറി വെയിലൊക്കെ തെളിഞ്ഞിട്ടുണ്ട് കേട്ടോ. അന്തരീക്ഷം ഒരു നല്ല സെറ്റപ്പ് ആയിട്ടുണ്ട്. എങ്കിലും മൂടലാണ്, കുഴപ്പമൊന്നുമില്ലാതെ പോകുന്നു. പിന്നെ എന്തോ ചായയൊക്കെ കുടിച്ചതിന് ശേഷം അന്നേരം അപ്പച്ചനോട് ചോദിക്കുന്നുണ്ട്, ഓരോരോ കാര്യങ്ങൾ ചോദിക്കുന്നുണ്ട്. എന്താണെന്നൊക്കെ ചോദിച്ചു. അതിനുള്ള മറുപടിയൊക്കെ ഞാൻ അപ്പച്ചനോട് മറുപടിയൊക്കെ പറഞ്ഞു. പിള്ളേർ ചായ കുടിച്ചിട്ട് വേണം അടുത്ത ഓരോ പരിപാടിയിലേക്ക് കയറാൻ വേണ്ടി. എൻ്റെ കടയുടെ ആകെ ഞാൻ ചെറുതായിട്ടൊന്ന് കാണിച്ചു കേട്ടോ. അതിനകത്തിരിക്കുന്ന ഐറ്റംസുകളൊക്കെ ഒരുപാട് വലിയ ഐറ്റംസുകളൊന്നുമില്ല, ചെറിയൊരു കടയാണ്. എൻ്റെ കഴിവിൻ്റെ ചെറിയൊരു ഷോപ്പാട്ടോ. അപ്പോൾ അതിനകത്ത് പുതിയതായിട്ട് വന്ന ഐറ്റംസ് ഞാൻ ഓർഡർ വന്ന് പുതിയ മേടിച്ച് വെച്ചിട്ട് ഞാൻ എടുത്തതാണ്. അപ്പോൾ അത് ഞാൻ പിള്ളേരോട് ചെന്നപ്പോൾ പിള്ളേരെ കാണിച്ചു കൊടുത്ത് പിള്ളേർക്ക് വേണമെന്നൊക്കെ ചോദിച്ചു. അവർക്ക് അതൊന്നും വേണ്ട. അവരൊന്നും ഇതൊന്നും വേണ്ട മമ്മി, വേണ്ട മമ്മി, എന്നെ മമ്മി എന്നാണ് വിളിക്കുന്നത്. എൻ്റെ മോള് വിളിക്കുന്നത് എന്നെ മമ്മി എന്നാട്ടോ. അപ്പോൾ അതുകൊണ്ടാണ് അവർ തന്നെ മമ്മീന്ന് വിളിക്കുന്നത്. ശരിക്കും പറഞ്ഞാൽ പിള്ളേർ വന്നു കഴിയുമ്പോൾ ഭയങ്കര സന്തോഷമാണ്. കാരണം എൻ്റെ മോള് കുറച്ച് ദിവസം എൻ്റെ കൂടെ വന്ന് നിൽക്കത്തുള്ളൂ. അത് കഴിയുമ്പോൾ അവൾ അവളുടെ അച്ഛൻ്റെ അടുത്തേക്ക് പോകും. അങ്ങനെ ഭയങ്കര സങ്കടമായിട്ടിരിക്കുന്ന സമയത്തായിരുന്നു. അന്നേരമാണ് ഞങ്ങളുടെ മക്കൾ വരാൻ പെൺകൊച്ചിനെ മാലയും വളയും പിന്നെ തലയിടുന്ന കുറച്ച് ബുഷുമൊക്കെ മേടിക്കാൻ തൊട്ടപ്പുറത്തെ കടയിൽ വന്നാട്ടോ. സ്വപ്ന ചേച്ചി അവൾക്ക് വേണ്ട ഏതൊക്കെ ഡിസൈൻ വളയാണ് വേണ്ടതെന്നൊക്കെ അവളോട് ചോദിക്കുന്നുണ്ട്. അപ്പോൾ അതൊക്കെ മേടിച്ച് കൊടുത്ത് ഉച്ചയായപ്പോൾ അമ്മയും ആങ്ങളെയൊക്കെ വീട്ടിലോട്ട് കടയിലേക്ക് വന്ന് അങ്ങനെ ഞങ്ങൾ പെരുമ്പാവൂർക്ക് പോകുന്ന വഴിയാണ്. സൂപ്പർ ഫാസ്റ്റ് വിട്ട് കുറവിലങ്ങാട് നിന്ന് പെരുമ്പാവൂർ വഴി ഞങ്ങൾ പെരുമ്പാവൂർക്കുള്ള വഴിയെ പോവുകയാണ്. കൂത്താട്ടുകുളം മൂവാറ്റുപുഴ റോഡ് അതിൽ നേരെ അനിയത്തിൻ്റെ വീട്ടിലേക്ക് പോവുകയാണ്. അപ്പോൾ പോകുന്ന വഴിക്ക് ഞാൻ ചെറുതായിട്ടൊന്ന് എടുത്തതാണ്. ഇപ്പോൾ വണ്ടിയിലിരുന്ന് എടുത്തതാണ്. എനിക്കിങ്ങനെ എടുക്കാൻ വലിയ വശമൊന്നുമില്ല. അപ്പം വണ്ടി കയറി ഉടനെ പെണ്ണ് കിടന്നുറങ്ങി, മടി കിടന്നുറങ്ങി. അപ്പം ഞാൻ ജസ്റ്റ് അവളെയും കൂടെ കൂട്ടി ഒന്ന് എടുത്തു. എങ്ങനെയുണ്ടെന്നൊന്നും എനിക്കറിയില്ല. ഞാൻ ആദ്യമായിട്ട് എടുക്കുമല്ലോ, ഓൺ വോയിസ് ഒക്കെ കൊടുത്ത് സെറ്റ് ആവില്ലെന്നൊന്നും എനിക്കറിയത്തില്ല. അങ്ങനെ ഞങ്ങൾ മാമൻ്റെ അടുത്ത് വന്നു. അതെൻ്റെ മാമൻ അമ്മയുടെ ആങ്ങളെയാണ്, എൻ്റെ ആങ്ങളയുടെ മോനാണ്. അവർ രണ്ടും തമ്മിൽ ഭയങ്കര വർത്തമാനം. അവിടുത്തെ പൂച്ചയാട്ടോ, ചിപ്പൂച്ച. എൻ്റെ മോൾക്ക് ഭയങ്കര ഇഷ്ടമാണ് ഇവനെ പൂച്ചേനായിട്ട്. എൻ്റെ മോള് കഴിഞ്ഞ പ്രാവശ്യം വന്നപ്പോൾ മെയ് മാസത്തിൽ ഞങ്ങളിവിടെ വന്നായിരുന്നു. കളിച്ചു കൊടുക്കുകയൊക്കെ ചെയ്ത് അതേ നെസ്റ്റിൽ റീലായിട്ടൊക്കെ ഇട്ടിട്ടാണ് എൻ്റെ മോള് കളിക്കുന്നതൊക്കെ.
അപ്പം ഞാൻ ചെറുതെ പുറത്തോട്ട് ഇറങ്ങിയപ്പം അവിടെ ഒരുപാട് കോഴിയും എന്താ പറയുക ആടും പശുവൊക്കെ ഉള്ളതാണ്. അമ്മായി ആടിനെയും കോഴീനെയും പശുവിനെയൊക്കെ വളർത്തുന്ന ഒരാളാണ്. അപ്പോൾ അവിടെ മുറ്റത്ത് കുറേ കോഴിയൊക്കെ കണ്ടപ്പം അതുപോലെ ഒരുപാട് മരങ്ങളൊക്കെ ഉണ്ട്. മാവുണ്ട്, റംബൂട്ടാനുണ്ട്, പേരയുണ്ട്, അങ്ങനെ അത്യാവശ്യം കുറച്ച് മരങ്ങളൊക്കെ ഉണ്ട് കേട്ടോ അവരുടെ വീട്ടിൽ. നല്ല എന്താ പറയുക ഗ്രാമമാണ് ശരിക്കും പറഞ്ഞാൽ. അനീറ്റയുടെ ഇളയ മോളാണ്. അവിടെ ഫോട്ടോ എടുക്കാൻ ഭയങ്കര ഇഷ്ടമുള്ള കുട്ടിയാണ്. ഫോട്ടോ എടുക്കുവാന്നും പറഞ്ഞ് നിൽക്കണം. വീഡിയോ അടി എന്നോട് പറയുന്നുണ്ട്. പക്ഷെ അവളുടെ വിചാരം ഞാൻ ഫോട്ടോ എടുക്കുന്നതാണ്. അമ്മായിയുടെ ഒരു കോഴി വൈകുന്നേരം ആയപ്പോൾ ഒന്ന് കൂവി വിട്ടതാണ്. ഞങ്ങൾ ചായ കുടിച്ചുകൊണ്ടിരിക്കുമായിരുന്നു. ചായ കുടിച്ചുകൊണ്ടിരുന്ന സമയത്താണ് ഒന്ന് കൂവണ കണ്ടപ്പോൾ ഞാൻ വെറുതെ എടുത്തതാണ്. അന്നേരം പിന്നെ അവിടെ നിൽക്കുന്ന കുടംപുളി മരയില്ലേ, ചെറിയ കേടൊക്കെ ഉണ്ട് അതിന്. ആ കുടംപുളിക്ക് വേറെ കുഴപ്പമൊന്നുമില്ല. ഞാൻ എടുത്തതിനൊക്കെ കേടുണ്ട്, അല്ലാണ്ട് മേളിൽ നിൽക്കുന്നതിനൊന്നും കേടില്ല. നല്ല ഭംഗിയാണ്. ആ നിൽക്കണം ഇപ്പോൾ കാണാനൊക്കെ നല്ല ഭംഗി. പിന്നെ റംബൂട്ടാനുണ്ട്, പിന്നെ മുന്തിരി പേരയ്ക്ക, ചെറിയ പേരയ്ക്കയില്ലേ, മുന്തിരി പോലെ നിൽക്കും, നല്ല ഭംഗിയാണ് അത് കാണാൻ. അപ്പോൾ അതും ഉണ്ടായിട്ടുണ്ട്. അപ്പോൾ അതൊക്കെ ഞാൻ വെറുതെ നിന്നപ്പോൾ എടുത്തതാണ്. അതുപോലെ റംബൂട്ടാൻ്റെയും കാണിക്കുന്നുണ്ട് അവിടെ. അന്നേരമാണ് അനീറ്റി വന്ന് പറഞ്ഞു, ചേച്ചി അവിടെ റംബൂട്ടാനും ഉണ്ടായിട്ടുണ്ട്, തൊട്ടപ്പുറത്ത് തന്നെ റംബൂട്ടാൻ ഉണ്ടായിട്ടുണ്ട് ചേച്ചി എന്ന് പറഞ്ഞു. അപ്പോൾ പിന്നെ ഞാൻ പെട്ടെന്ന് പേരനെ വിട്ടിട്ട് നേരെ റംബൂട്ടാൻ്റെ അടുത്തേക്ക് പോയി. റംബൂട്ടാനും ഒന്ന് ജസ്റ്റ് ഒന്ന് പിടിച്ച്. അത് കഴിഞ്ഞ് ഞങ്ങളുടെ അമ്മായി എന്നുവെച്ചാൽ അമ്മയുടെ ആങ്ങളുടെ ഭാര്യ ഒരു മീൻ വളർത്തുന്ന സ്ഥലത്ത് മീനൊക്കെ നോക്കി അവർക്ക് ഫുഡൊക്കെ കൊടുക്കുന്നത് ജോലി ചെയ്യുന്നുണ്ട്. അപ്പോൾ അമ്മായി അവിടെ കൊണ്ട് കാണിക്കാമെന്നും പറഞ്ഞ് ഞങ്ങളെയും കൂട്ടി, ഞാനും ആങ്ങളെയും ഇളയ മോളും കൂടി അമ്മായിയുടെ മീൻ വളർത്തുന്ന സ്ഥലത്ത്. ഞാൻ ആദ്യമായിട്ടാണ് കേട്ടോ മീൻ വളർത്തുന്നത് കാണുന്നതും അത്രയും മീനെയൊക്കെ കാണുന്നത്. എനിക്കും ഭയങ്കര ഒരു സന്തോഷമായിരുന്നു. കാരണം എൻ്റെ ലൈഫിൽ ഞാൻ ആദ്യമായിട്ട് കാണുന്ന ഇങ്ങനെ മീനെയൊക്കെ. ഒത്തിരി മീനുണ്ട് കേട്ടോ. മീനിന് ഫുഡിട്ട് കൊടുത്തപ്പോൾ എല്ലാം ചാടി വരുന്ന കണ്ടപ്പോൾ വല്ലാത്തൊരു സന്തോഷം എനിക്ക് തോന്നി. എൻ്റെ ലൈഫിൽ ഞാൻ ശരിക്കും ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ വരുമ്പോൾ എൻ്റെ കൂടെ എൻ്റെ കുട്ടികളുണ്ടാവാറുണ്ടായിരുന്നു. എൻ്റെ ലൈഫിൽ ഞാൻ ഒറ്റയ്ക്കായതിനു ശേഷം ഞാൻ ഇങ്ങനെയുള്ള കാര്യങ്ങളൊന്നും എൻജോയ് ചെയ്യാൻ പോവാറില്ല. ഇതിപ്പോൾ എൻ്റെ ആങ്ങൾ ഉള്ളത് കൊണ്ടാണ് ഇതൊക്കെ കാണാനൊക്കെ ആയിട്ട് വന്നത്. കാരണം ഞാൻ എവിടെ പോയാലും എൻ്റെ മക്കളെയും കൊണ്ടാണ് ഞാൻ എവിടെയും പോവുള്ളായിരുന്നു. അപ്പം ഞാൻ 6 വർഷമായിട്ട് അങ്ങനെ ആവില്ല. എൻ്റെ മോളിടയ്ക്ക് പോകും. അവൾ വരുമ്പം കിട്ടുന്നൊരു സന്തോഷം അത്രയേ ഉണ്ടായിരുന്നുള്ളൂ. പക്ഷേ ആങ്ങൾ എന്നോട് പറഞ്ഞു, പെണ്ണെ വാടി പെണ്ണെ കാണാം എന്ന് പറഞ്ഞിട്ട് ഞാൻ അവനോട് പറഞ്ഞടാ, എൻ്റെ മക്കൾ കാണാൻ പറ്റത്തില്ലല്ലോ ഇതിനെ ഒന്നും പറഞ്ഞു. സാരമില്ല, നീ വാ, നിന്നെ അവർ ഓർക്കുന്നുണ്ടോ? ഇല്ലല്ലോ, പിന്നെ നീ എന്തിനാണ് അവരെക്കുറിച്ച് ഓർത്ത് സങ്കടപ്പെടുന്നത്? നിന്നോട് ഇഷ്ടമുണ്ടായിരുന്നെങ്കിൽ നിന്നെ വിളിക്കുകയും സംസാരിക്കുകയും ചെയ്യില്ലേ? പെണ്ണ് മാത്രമല്ലേ നിൻ്റെ അടുത്ത് വരുന്നുള്ളൂ. അത് കോടതി അനുവദിച്ചത് കൊണ്ട് മാത്രം ഓടി എടുക്കുകയും ചെയ്യുന്നു. അല്ലാണ്ട് മമ്മി എന്തെടുക്കണം, എന്നാ ചെയ്യണമെന്ന് പോലും ചോദിക്കാറുണ്ടോ? നിനക്കൊരു പനി വന്നാൽ പോലും അവരറിയുന്നുണ്ട്. പിന്നെ നീ എന്തിനാ മാറി നിൽക്കണമെന്ന് പറഞ്ഞ് എന്നെ കൂട്ടിക്കൊണ്ട് പോയപ്പോൾ ഞാൻ കണ്ടതാട്ടോ ഈ മീനെ കണ്ടപ്പോൾ എനിക്ക് ഭയങ്കര സന്തോഷമായിപ്പോയി. ഞാൻ അമ്മായിയോട് അത് പറയുമായിരുന്നു. എനിക്കെന്തോ വല്ലാത്തൊരു അത്ഭുതം കണ്ട ഒരു ഇതുപോലും അന്നേരം എൻ്റെ മനസ്സിൽ എൻ്റെ മക്കളിലല്ലോ ഇതൊക്കെ കാണാനായിട്ട് എന്നൊരു ചിന്തയായിരുന്നു മനസ്സിൽ കയറി വന്നത്. എൻ്റെ മക്കൾ കണ്ടിരുന്നെങ്കിൽ അടിപൊളി, അയ്യോ എൻ്റെ രസമാണെന്നൊക്കെ പറഞ്ഞേനെ. ശരിക്കും എൻ്റെ ഒരു അവസ്ഥ ആർക്കും വരാതിരിക്കട്ടെ കേട്ടോ. ശരിക്കും നൊന്ത് പ്രസവിച്ച മക്കളെ കാണാതെ അവരോട് മിണ്ടാതെ അവരോട് വർത്തമാനം പറഞ്ഞിരിക്കാതെ അവരെയും കൊണ്ട് എവിടെയെങ്കിലും പോകാൻ പറ്റാതെയുള്ളൊരവസ്ഥ ഒരമ്മമാർക്ക് ഉണ്ടാകാതിരിക്കട്ടെ. അത് വല്ലാത്തൊരു അനുഭവമാണ്. ഇത് പറയുമ്പോഴും എൻ്റെ കണ്ണൊക്കെ വല്ലാണ്ടാവുന്നു, നിറഞ്ഞ് അതാണ് എൻ്റെ അമ്മയുടെ ആങ്ങളുടെ ഭാര്യ. ഇതെൻ്റെ ആങ്ങള. ലൈഫിൽ ഞാൻ ഏറ്റവും കൂടുതൽ ഇപ്പോൾ ഇഷ്ടപ്പെടുന്നത് എൻ്റെ ആങ്ങളേനെയും എൻ്റെ അച്ഛനെയും അമ്മേനെയാണ്. മമ്മി ഇപ്പോൾ വരാട്ടോ. കാരണം ഞാൻ ഒറ്റയ്ക്കായി പോയപ്പം എൻ്റെ കൂടെ കട്ടയ്ക്ക് നിന്നത് എൻ്റെ അച്ഛനും അമ്മയും എൻ്റെ ആങ്ങളെയാണ്. ഞങ്ങളുണ്ട് പെണ്ണെ, നീ പേടിക്കണ്ട എന്ന് പറഞ്ഞത് കിട്ടി. അതിലെനിക്കൊരുപാട് സന്തോഷവും എന്താ പറയുക, എനിക്കറിയില്ല, പറഞ്ഞു തരാൻ അറിയില്ല, അതുപോലെ സന്തോഷമായിരുന്നു. അതിന് ഞാൻ ഒരുപാട് എൻ്റെ ആങ്ങളോട് കടപ്പെട്ടിട്ടുണ്ട്. ഭർത്താവ് ഉപേക്ഷിച്ച് നിൽക്കുന്ന സ്ത്രീകളെ സമൂഹം കാണുന്നത് വേറൊരു രീതിയിലാണല്ലോ. അങ്ങനെ കാണുന്ന ഒത്തിരി പേരുണ്ട് എൻ്റെ നാട്ടിൽ. ഭർത്താവ് ഉപേക്ഷിക്കുന്ന സ്ത്രീകൾ എന്തിനും തയ്യാറായിട്ടുള്ളവരാണെന്നുള്ള വിചാരിക്കുന്നത്. എൻ്റെ സ്വന്തം നാട്ടിൽ തന്നെ അങ്ങനെയുള്ള ആൾക്കാരുണ്ട്. അപ്പോൾ അതിൽ നിന്നൊക്കെ ഒരുപാട് എനിക്ക് ആ ഒരു സങ്കടം വരുമ്പോൾ ഞാൻ എൻ്റെ ആങ്ങളെ എടുത്തു വരുമ്പോൾ ഏറ്റവും കൂടുതൽ എനിക്ക് സപ്പോർട്ട് ചെയ്തത് എൻ്റെ ആങ്ങളെ തന്നെയാണ്. പെണ്ണ് പേടിക്കണ്ട, ഞാനും അച്ഛനും അമ്മയും എൻ്റെ 2 മക്കളും ഉണ്ട്, എടുത്തോണ്ട് വരട്ടെ, പിന്നെ നീ എന്തിനാ പേടിക്കണേ എന്നൊക്കെ പറഞ്ഞ് സപ്പോർട്ട് ചെയ്യുന്നത് എൻ്റെ ആങ്ങളെ തന്നെയാണ്. ഞാൻ എപ്പോഴും ഓർക്കും, ഞാൻ മരിച്ചു പോയാൽ എൻ്റെ മക്കൾ അറിയുമോ, എൻ്റെ മക്കൾ കാണാൻ വരുമോ, അങ്ങനെയൊക്കെ ഞാൻ ചിന്തിക്കാറുണ്ട്. അന്നേരം അതൊക്കെ ഞാൻ എൻ്റെ ആങ്ങളോട് ഇതിൻ്റെ ഭക്ഷണം പറയുമ്പോൾ ആങ്ങളെ പറയും, എൻ്റെ മക്കൾ വരില്ലേ,
എൻ്റെ മക്കളുണ്ടാവില്ല, നീ എന്തിനാ പേടിക്കണേ, നീ അങ്ങനെ പെട്ടെന്നൊന്നും മരിക്കില്ല എന്ന് പറയാറുണ്ട്. പക്ഷെ എൻ്റെ അച്ഛനും അമ്മയും എൻ്റെ ആങ്ങളെയും ജീവിച്ചിരിക്കുമ്പോൾ മരിക്കണം എന്നാണ് ഇപ്പം എൻ്റെ ഏറ്റവും വലിയ ആഗ്രഹം. അല്ലെങ്കിൽ ഞാനൊരു അനാഥ ശവമായി പോവും. അതൊക്കെ ഓർക്കും ഭയങ്കര സങ്കടമാണ്. പക്ഷേ എനിക്ക് ഒരുപാട് സന്തോഷമുള്ളൊരു ദിവസമാട്ടോ. എൻ്റെ ആങ്ങളെയും മക്കളും എൻ്റെ അനിയത്തിയും മക്കളും മാമനും അമ്മായിയും അമ്മയൊക്കെ ആയിട്ടൊരു ചെറിയൊരു എല്ലാവരും കൂടെ കൂടിയൊരു കുറേ നാളുകൾക്ക് ശേഷം ഇങ്ങനെ ഒരു കൂടിക്കാഴ്ച നടത്തുന്നതും എല്ലാവരുമായിട്ടൊന്ന് സ്പെൻഡ് ചെയ്യണതും. മീൻ കടിക്കത്തില്ല. അതിനെനിക്ക് ഭയങ്കര സന്തോഷമുണ്ട്. എന്നെപ്പോലൊരു അമ്മ ഒരിക്കലും ഉണ്ടാവാതിരിക്കട്ടെ കേട്ടോ. ഞാൻ എപ്പോഴും പ്രാർത്ഥിക്കുന്നത് അതുമാണ്. എൻ്റെ അച്ഛനും അമ്മയും ജീവിച്ചിരിക്കുമ്പോൾ എന്നെ അല്ലെങ്കിൽ തലയ്ക്കുമ്പോഴത്തിരുന്ന കാര്യം ഒരു ആരും ഇല്ലല്ലോ എന്നൊക്കെ ഞാൻ ഓർക്കാറുണ്ട്. അവരിവിടെയൊക്കെ പൊങ്ങുന്നു. സ്വയം ശപിക്കുന്നതും എന്നെ തന്നെയാണ്, വേറെ ആരെ ശപിക്കാൻ എനിക്ക് പറ്റത്തില്ലല്ലോ. എങ്കിലും ഭയങ്കര സന്തോഷമുണ്ട്. എൻ്റെ അമ്മായി ആട്ടോ മീനുള്ള തീറ്റയായിട്ട് വരുന്നത്. അമ്മായി മീന് ഫുഡ് ഇട്ട് കൊടുക്കാമെന്ന് പറഞ്ഞ് വരുന്നതാണ്. പെണ്ണിനെ കാണിക്കാൻ വരുന്ന ആങ്ങളുടെ മോളെ കാണിക്കാനായിട്ട് വരുന്നതാണ് മീനിൻ്റെ ഫുഡ് കൊടുക്കുന്നത്. കാണിച്ചു തരാട്ടോ എന്നും പറഞ്ഞ് വരുന്നത് അമ്മായി. രണ്ടുപേരും കൂടെ തീറ്റ. അമ്മായി പറയും നീ എന്നെ വൈറലാക്കൂടി എന്നാണ് എന്നോട് ചോദിക്കുക. ഞാൻ പറഞ്ഞ അമ്മായിനെ ഞാൻ വൈറലാക്കും, അമ്മായിനെ ഞാൻ കേരളത്തിൽ നിന്ന് കിടത്തും, അമേരിക്കയിലേക്ക് കിടത്തും എന്നൊക്കെ പറഞ്ഞുകൊണ്ടാണ്, അതും പറഞ്ഞാണ് മീന് ഫുഡ് കൊടുക്കുന്നത്. അവളും അമ്മായിയും കൂടെയാണ് മീന് ഫുഡ് കൊടുക്കുന്നത്. ആങ്ങളെ അവിടെ വീഡിയോ ഇടുന്നുണ്ട്. ആങ്ങളെ റീലിടാനും യൂട്യൂബിലിടാനും ഒക്കെ ആയിട്ട് റീലിടുന്നുണ്ട്, വീഡിയോ എടുക്കുന്നുണ്ട്. അതിൻ്റെ ഇടയ്ക്കാണ് ഞാൻ ഈ പണി ചെയ്യുന്നത്. എൻ്റെ മോളുടെ വലിയ ആഗ്രഹമായിരുന്നു മമ്മി ഒരു യൂട്യൂബ് ചാനൽ തുടങ്ങണം, അതിനകത്ത് മമ്മി വീഡിയോ ചെയ്തിടണം. അതിൻ്റെ പേരിൽ ഞാൻ തുടങ്ങിയ യൂട്യൂബാട്ടോ. അല്ലാതെ എനിക്ക് യൂട്യൂബ് ഉണ്ടെങ്കിൽ ഞാൻ യൂട്യൂബിൽ അങ്ങനെ നോക്കാറില്ലായിരുന്നു. ജിനീഷായിരിക്കുള്ളൂ. കാരണം മോള് കഴിഞ്ഞ പ്രാവശ്യം വന്നപ്പം പ്രത്യേകം എന്നോട് പറഞ്ഞു, അവളാണ് എനിക്കിതെല്ലാം പറഞ്ഞു തന്നിട്ട് പോയത്. അവളുടെ ആഗ്രഹം കൊണ്ടാണ് ഞാൻ ഈ സംഭവം ചെയ്യണതും എടുക്കണതും ഒക്കെ. ഞാനിത് പറയുമ്പം ആകാശത്തോടൊരു വിമാനം പോകുന്നുണ്ട്. നെടുമ്പാശ്ശേരി എയർപോർട്ടിൻ്റെ അടുത്താട്ടോ ഇവരുടെ വീട്.